നിങ്ങൾക്ക് ആരുടെയെങ്കിലും മൈൻഡിൽ നിങ്ങളെ പറ്റി നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വേ ഇസ് ടു സ്മെൽ റിയലി ഗുഡ്. ആൻഡ് ട്രസ്റ്റ് മീ, ഗേൾസിന് ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ആൻഡ് സൈക്കോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മെൽ എന്ന് പറയുന്ന സെൻസ് നമ്മുടെ മെമ്മറി ആയിട്ട് ലിങ്ക്ഡ് ആണ്. സോ ആരെങ്കിലും നിങ്ങളെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഓർക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്മെൽ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് പെർഫ്യൂംസിനെ പറ്റി പറഞ്ഞാൽ കൂടുതൽ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിലോട്ടാണ് നിൽക്കുന്നത്. ഒന്നോ രണ്ടോ കുറച്ച് ലേശം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട്. ബട്ട് സ്റ്റിൽ കൂടുതലും ബഡ്ജറ്റ് രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ കൂടുതലും ഈ ലക്ഷറി പെർഫ്യൂംസിനൊന്നും ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. റീസെൻ്റ് ആയിട്ട് എനിക്ക് കൂടുതലൊരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ കുറച്ചുകൂടെ നല്ലത് ഏതാണ് നോക്കുന്ന ആ രീതിയിലോട്ടാണ് ഞാൻ നിൽക്കുന്നത്. അത്യാവശ്യം കുറച്ച് പെർഫ്യൂംസ് ഉള്ള ഒരാളാണ് ഞാൻ. ആൻഡ് എൻ്റെ കയ്യിലുള്ളതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് പെർഫ്യൂംസ് കാണിച്ചു തരാം. ഇത് മറ്റുള്ളവർക്കും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യമല്ല, എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ഞാൻ പറയുകയാണ്. സോ ഇത് വീഡിയോ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ് വൺ ആണ് എൻഗേജ് ഇൻഡിഗോ സ്കൈസ്. എൻ്റെ ഗോ ടു പെർഫ്യൂമാണ്. എൻ്റെ ടേബിളിൻ്റെ മേളിൽ ആ ട്രേയുടെ മേളിൽ എപ്പോഴും കാണും ഈ ഒരു സാധനം. കാരണം എപ്പോഴും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യം പെട്ടെന്ന് വീട്ടിന് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എടുത്ത് 2 സ്പ്രേ അടിച്ചിട്ട് ഞാൻ പോകും. ആൻഡ് ദിസ് ഇസ് മൈ ഗോ ടു പെർഫ്യൂം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഒരു അറബിക് ടൈപ്പ് അറബിക് ടൈപ്പ് ഓഫ് പെർഫ്യൂം സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഡെയിലി ഒക്കേഷൻ, ഒരു ബ്രഞ്ച്, ഒരു ഔട്ട്, ഒരു ഡേറ്റ് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്ഷൻ ആണിത്. രണ്ടാമത്തത് വൈൽഡ് സ്റ്റോൺ എഡ്ജ്. ഇതും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എൻ്റെ മാത്രമല്ല, ഈ കമന്റ് സെക്ഷനിൽ മിക്കവരും പറയുന്നത് അവരുടെ പേഴ്സണൽ ഫേവറേറ്റ് വൈൽഡ് സ്റ്റോൺ എഡ്ജ് ആണ്. കാരണം ആ ഒരു ബഡ്ജറ്റിൽ അത്രയും നൈസായിട്ട് സ്മെൽ ചെയ്യുന്ന ഒരു പെർഫ്യൂം കിട്ടത്തില്ല, ഓൾമോസ്റ്റ് കിട്ടത്തില്ല. കാരണം അത്രയ്ക്ക് നൈസ് സാധനമാണിത്. ഒരു വുഡി മെറൈൻ ടൈപ്പ് ഓഫ് സ്മെല്ലായിട്ടാണ് ഇത് വരുന്നത്. ആൻഡ് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം കൂടെയാണ്. ഞാൻ എപ്പോഴും ഔട്ടിങ്ങിന് അല്ലെങ്കിൽ കാഷ്വൽ ഒക്കേഷൻ അല്ലെങ്കിൽ ജിമ്മിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണിത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ സ്മെൽ ചെയ്യുവാണെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണിത്. അടുത്തതാണ് വൈൽഡ് സ്റ്റോൺ തന്നെ ഹൈഡ്ര എന്ന് പറയുന്ന പെർഫ്യൂം. ഇതും കുറച്ച് അക്വാറ്റിക് ആയിട്ടുള്ള പക്ഷെ കൂൾ സമ്മറി ഒരു ഫ്രഷ് ടൈപ്പ് ഓഫ് പെർഫ്യൂം ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇതിന്റെ 100 ml ഒരെണ്ണം ഉണ്ടായിരുന്നത്, അത് തീർന്നു. ഇപ്പോൾ 50 ml ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഗ്രേറ്റ് ഓപ്ഷൻ. വൈൽഡ് സ്റ്റോണിന്റെ ഈ പറയാൻ 3 പെർഫ്യൂംസാണ് ഞാൻ മൊത്തത്തിൽ പറയുന്നത്. അത് 3ഉം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഗ്രേറ്റ് ഓപ്ഷൻസ് ആണ്. ഇതും നിങ്ങൾ ഔട്ടിങ്, കാഷ്വൽ യൂസർ, ഓഫീസ് യൂസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. ഭയങ്കരമായിട്ടും തുളച്ചു തരുന്ന രീതിയിലുള്ള പെർഫ്യൂം ഒന്നുമല്ല. അത്യാവശ്യം നല്ല നൈസ് ആയിട്ടുള്ള ഒരു സെറ്റ് സാധനമാണ്. സമ്മറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഗ്രേറ്റ് ഓപ്ഷനാണ്. ആൻഡ് വൈൽഡ് സ്റ്റോണിന്റെ തന്നെ മൂന്നാമത്തെ പെർഫ്യൂമാണ് അൾട്രാ സെൻഷ്വൽ. ഇത് ഞാൻ കൂടുതലും വർക്ക്ഔട്ട് ഒക്കെ ചെയ്യാൻ പോകുന്ന ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം വർക്ക്ഔട്ട് കഴിഞ്ഞിട്ടും എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞ ആ മണമുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം അത്യാവശ്യം ആദ്യമേ തന്നെ അടയ്ക്കുന്ന നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. ഒരു കോൺഫിഡൻറ്റ് മാൻ രീതിയിലുള്ള പെർഫ്യൂമാണ്. ഇത് ഓഫീസിൽ യൂസ് ചെയ്യരുത്, കാരണം ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ബീച്ച് അവിടെ ഒക്കെ പോവുകയാണെങ്കിൽ, ഔട്ടിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ യൂസ് ചെയ്യാം. വർക്കൗട്ട്സിനാണെങ്കിലും യൂസ് ചെയ്യാം. ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ ക്ലോസ് സ്പേസിലൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം എല്ലാവർക്കും അല്ല, ചിലർക്ക്. ഇതിന് നോട്ട്സ് വരുന്നത് ഒരു സിട്രസി ലാവൻഡർ ടൈപ്പ് ഓഫ് സ്മെല്ലാണ് വരുന്നത്. ആൻഡ് ബേസ് നോട്ട് ആയിട്ട് വരുന്ന വുഡ് മസ്ക് അങ്ങനത്തെ രീതിയിലുള്ള ഒരു പെർഫ്യൂമാണ് വരുന്നത്. അടുത്തത് എൻഗേജ് ഇൻ ഒരു സിട്രസി സ്പൈസി രീതിയിലുള്ള സ്മെല്ലാണ്. എനിക്ക് കുറച്ചധികം കോംപ്ലിമെന്റ്സ് കിട്ടിയ പെർഫ്യൂംസിൽ ഒരെണ്ണമാണ്. എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ്, എസ്പെഷ്യലി ഗേൾസിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ്. നമ്മൾ അടിച്ച് ഒന്ന് ജസ്റ്റ് റൂമിലോട്ട് കയറിയപ്പോൾ തന്നെ അവരൊക്കെ ചോദിച്ചു, ഏത് പെർഫ്യൂം നല്ല രീതിയിൽ സ്മെല്ലാണല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു പെർഫ്യൂമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നല്ല, ഒരു സിട്രസി, പക്ക സിട്രസി രീതി അല്ലെങ്കിൽ ഒരു ജിഞ്ചറി ടൈപ്പ് ഓഫ് സ്മെല്ലാണ് ഇത് വരുന്നത്. ജിഞ്ചർ, സ്പൈസ് അങ്ങനത്തെ രീതിയിലുള്ള സ്മെല്ലാണ് വരുന്നത്. പക്ഷേ നൈസ് സാധനമാണ്. എൻ്റെ സെക്കൻഡ് ബോട്ടിലാണിത്. ഫസ്റ്റ് ബോട്ടിൽ കംപ്ലീറ്റ്ലി കാലി, താഴെ ഒരു ഇച്ചിരി ഉണ്ട്. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം 500 താഴേക്കായിട്ടേ വരുത്തുള്ളൂ. പൈനാപ്പിൾ, ബർഗമോൺ, ബ്ലാക്ക് പെപ്പർ, ആംബർ അങ്ങനത്തെയാണ്, അതൊക്കെയാണ് നോട്ട്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് എൻഗേജിന്റെ ആംബർ ഫ്യൂസ് എന്ന് പറയുന്ന പെർഫ്യൂം. ഒരു വുഡി മസ്കി രീതിയിലുള്ള ഒരു പെർഫ്യൂമാണ്. കുറച്ച് മാൻലി ആയിട്ടൊരു പെർഫ്യൂമാണ്. ഒരു ഫ്രൂട്ടി ആംബറി മസ്കി ടൈപ്പ് ഓഫ് സ്മെല്ലാണ് ഇത് വരുന്നത്. ഇതും അണ്ടർ 500 റേഞ്ചിലാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നിങ്ങൾ വെഡിങ് ഒക്കേഷൻസ്, ഔട്ടിങ്സ് അല്ലെങ്കിൽ പാർട്ടീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്ഷൻ ആണ് ഇത്. നെക്സ്റ്റ് വൺ ഫോഗിന്റെ എക്സ്പ്രസിയോ. ഫോഗിന്റെ തന്നെ ഇത് 3 കാറ്റഗറിയാണ്, 3-4 കാറ്റഗറി ഉണ്ട്. ഇംപ്രസിയോ, എക്സ്ട്രീമോ അങ്ങനെ എന്തൊക്കെ കാറ്റഗറി ഉണ്ട്. അതിൽ എക്സ്പ്രസീവ് എന്ന് പറയുന്ന കാറ്റഗറിയും ഇംപ്രസീവ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ ബോട്ടിലും ഇതൊരു മെറൂൺ രീതിയിലുള്ള ഒരു ബോട്ടിലായിട്ട് അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡിലുള്ള ബോട്ടിലായിട്ടാണ് വരുന്നത്. ആൻഡ് ഈ ബ്രൗൺ ആണ് ഇപ്പോൾ കറന്റ് എൻ്റെ കയ്യിലുള്ളത്, മറ്റേ തീർന്നു പോയി. ആൻഡ് ഇതും അത്യാവശ്യം നല്ലൊരു സാധനമാണ്. നിങ്ങൾക്ക് ഡെയിലി യൂസിനാണെങ്കിലും ഓഫീസ് യൂസ്, സ്കൂൾ യൂസ്, കോളേജ് യൂസിനൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഗ്രേറ്റ് ഓപ്ഷൻ ആണ് ഇത്. ഒരു ആപ്പിൾ, ഗ്രേപ്സ്, ഫ്രൂട്ടി രീതിയിലുള്ള സ്മെല്ലാണ് ടോപ്പ് നോട്ട്സ് ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓഫീസ് യൂസിനാണെങ്കിലും സ്കൂൾ, കോളേജ് യൂസ് അല്ലെങ്കിൽ ഡെയിലി യൂസ്, ഡേയ്സിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്ഷൻ ആണ്. ഇവൻ കല്യാണത്തിന് പോലും യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ന്യൂഡ് മാൻഹാട്ടൻ ഹിൽസ്. ഇത് അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു പെർഫ്യൂമാണ്. ഇത് കറന്റ് സോൾഡ് ഔട്ട് ആണെന്ന് തോന്നുന്നത്. പക്ഷേ ആമസോണിൽ നോക്കി കിട്ടും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രൂട്ടി, അത്യാവശ്യം നല്ല ഫ്രൂട്ടി ആയിട്ടുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള
ഫീലിംഗ് തരുന്ന ഒരു പെർഫ്യൂമാണ്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഭയങ്കരമായിട്ടൊന്നും ലാസ്റ്റ് ചെയ്യില്ല. പക്ഷേ ചെറിയൊരു മൊമെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഗ്രേറ്റ് ഓപ്ഷൻ. ഇത് പറയേണ്ട മെയിൻ കാരണം ലാസ്റ്റിംഗ് ഇല്ലെങ്കിലും ഇതിന് മണം എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്തത്. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അടുത്താണ് ബ്ലൂ സോൾ പെർഫ്യൂംസിന്റെ മൂൺലൈറ്റ് എന്ന് പറയുന്ന പെർഫ്യൂം. ഇത് ഒരു ജാസ്മിൻ ഫ്രൂട്ടി രീതിയിലുള്ള ടോപ്പ് നോട്ട്സ് ആയിട്ടാണ് വരുന്നത്. ഇത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് എക്സ്പെൻസീവ് രീതിയിലുള്ള കാറ്റഗറിയിലോട്ട് 1500 2000 റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഒരു ലക്ഷറി പെർഫ്യൂമിന് ഒരു ഇൻസ്പയർഡ് വേർഷൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ 100 ml ആ ഒരു പ്രൈസിൽ വർത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും ഇതിന്റെ സെക്കൻഡ് വൺ ലൂക്സ് മിറാജ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഉണ്ട്. ബ്ലൂ സോളിന്റെ തന്നെ ലൂക്സ് മിറാജ് എന്ന് പറയുന്ന പെർഫ്യൂം ഉണ്ട്. ആൻഡ് അതും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. മിക്ക ടൈമിൽ ഞാൻ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഇത്. ഇതും കുറച്ചുകൂടെ എക്സ്പെൻസീവ് കാറ്റഗറിയിൽ അറൌണ്ട് 2500 അല്ലെങ്കിൽ 2000 റേഞ്ചിലാണ് വരുന്നത്. എക്സാക്ട് ആയിട്ട് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾ എന്തെങ്കിലും പാർട്ടീസ് ഒക്കേഷൻസ് ഒക്കെ നിങ്ങൾ ആൾക്കാർ നോട്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ് ലൂക്സ് മിറാജ്. ഞാൻ അടുത്ത പറയാൻ പോണ ബെല്ല വീട്ടയുടെ 3 പെർഫ്യൂംസ് ആണ്. ഒന്ന് ഫ്രഷ്, ഇത് ഒരു ഫ്രൂട്ടി നട്ടി രീതിയിലുള്ള സ്മെല്ലാണ്. അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. ഇതിന്റെ ലാസ്റ്റിങ് അത്യാവശ്യം 3 to 4 hours എങ്കിലും ലാസ്റ്റ് ചെയ്യും. ബെല്ല വീട്ടയുടെ കുറച്ച് പ്രൈസ് കുറവാണ്, ബട്ട് സ്റ്റിൽ നല്ലൊരു പെർഫ്യൂം ബ്രാൻഡാണ് ഈ ബെല്ല വീട്ട എന്ന് പറയുന്നത്. അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫ്യൂംസ് ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയത് ബെല്ല വീട്ട വൈറ്റ് ഊത്ത്. ഇതും നൈസ് സാധനമാണ്. 600-700 റേഞ്ചിൽ ഇതിന്റെ 100 ml കിട്ടുന്നതായിരിക്കും. ഇതിന്റെ ഉള്ളത് 20 ml ബെല്ല വീട്ടയുടെ എല്ലാം. സോ ഇതും നൈസ് സാധനമാണ്. നിങ്ങൾക്ക് ഡെയിലി യൂസിനാണെങ്കിൽ കാഷ്വൽ യൂസിനാണെങ്കിൽ ഒരു മസ്കി അറോമാറ്റിക് ഫ്രൂട്ടി കോമ്പിനേഷൻ രീതിയിലുള്ള ഒരു പെർഫ്യൂമാണ് വരുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പെൻസീവ് പെർഫ്യൂംസിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആയിട്ടാണ് ഇതും വരുന്നത്. ആൻഡ് ബെല്ല വീട്ടയുടെ തന്നെ മൂന്നാമത്തെയാണ് ബെല്ല വീട്ട സ്കൈസ്. ഇതും അത്യാവശ്യം നൈസ് സ്മെല്ലാണ്. ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാൻലി ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് അല്ലാത്ത അത്യാവശ്യം പ്ലസന്റ് രീതിയിലുള്ള പെർഫ്യൂമാണ് ബെല്ല വീട്ട സ്കൈസ്. ഇത് 3 പ്ലസ് ഒരെണ്ണം അവിടെ കൂടി ഒരു കംപ്ലീറ്റ് ബോക്സ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാം 20 ml ആയിരിക്കും. അതിൻ്റെ വലിയ പീസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. ആൻഡ് സത്യം പറയാലോ, ഞാൻ പെർഫ്യൂംസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ ഫസ്റ്റ് എൻ്റെ കിട്ടിയ പെർഫ്യൂംസിൻ്റെ സെറ്റ് ഇതാണ് ബെല്ല വീട്ടയുടെ. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടും. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബെല്ല വീട്ടയുടെ കൂട്ടത്തിൽ ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്കൈസും വൈറ്റ് ഊതുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് പേഴ്സണലി ഇത്രയും പെർഫ്യൂംസ് എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസിൽ ഇത്രയും പെർഫ്യൂംസ് ആണ് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. മിക്കപ്പോഴും മാറിയും തിരിഞ്ഞൊക്കെ അടിക്കുന്ന സാധനങ്ങൾ. ആൻഡ് മിക്ക ടൈമിൽ മെജോറിറ്റി ടൈമിൽ ഔട്ടിങ് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഒക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും എൻ്റെ പെർഫ്യൂം ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇൻസ്പയർഡ് വേർഷൻസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ലാസ്റ്റ് ആയി 7 to 8 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫ്യൂംസ് ആണ് അതിനകത്തുള്ളത്. ആൻഡ് നിങ്ങൾക്ക് റിവ്യൂസ് വേണമെങ്കിൽ പേജിൽ കയറി നോക്കാം. ഓറം പെർഫ്യൂംസിനാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഹാൻഡിലിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, നമുക്ക് പ്രഷർ ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾ അത്യാവശ്യം ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള നല്ല ബ്രാൻഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാൻഡ്സ് ഏതിനാണെങ്കിലും ചൂസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.